നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ മരണം മറച്ചു വെച്ചത്. അല്ലാതെ അമ്മയോടുള്ള സ്നേഹം മനസ്സിലാത്തതുകൊണ്ടല്ല. മനസ്സിലാവില്ല. മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അച്ഛന്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും അറിഞ്ഞിരിക്കണം. നിങ്ങളത് അറിഞ്ഞിട്ടില്ല. വിവേകേട്ടന്റെ അച്ഛനാരാ? അച്ചു. വിവേകേട്ടന്റെ അമ്മ ആരാ? അച്ചു, പ്രായവും പക്വതയും മറന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എന്താ സംസാരിച്ചാല്? എനിക്ക് സംസാരിക്കണം. എന്റെ അമ്മയുടെ മരണം മറച്ചു വെച്ചത്. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത വിവേകേട്ടന് രക്തബന്ധത്തിന്റെ വില മനസ്സിലാവില്ല. മോളെ വേണ്ട. വേണം. എന്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം. അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇത്രയും കാലം ഞാൻ മറക്കില്ല. മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മയുടെ വാത്സല്യത്തിന്റെ ചൂടറിയാത്ത വിവേകേട്ടനത് മനസ്സിലാവില്ല. അച്ചു, നിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വിവേകിനെ ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. മരിച്ചത് എന്റെ അമ്മയോ? എന്റെ പ്രാണനോ? എന്റെ എല്ലാം എല്ലാമാ. കരയല്ലേ മോളെ. ഏട്ടനിലൂടെ മതി. ഏട്ടനും എന്റെ അമൃതേച്ചിയും മാത്രം മതി. അല്ലാതെ അച്ഛനും വിവേകേട്ടനും എനിക്ക് വേണ്ട. എനിക്ക് കാണണ്ട. വിവേകേട്ടനോട് പോകാൻ പറ. വിവേകിന് പറഞ്ഞത് മനസ്സിലായോ? നീ ആയിട്ട് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? ഇറങ്ങിപ്പോടാ. മോനെ പൊയ്ക്കോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. വിവേക്, പോയിട്ട് വരാന്ന് പറയുന്നില്ല. എന്റെ അടുത്തേക്ക് വന്നാ മതി. വരും. എല്ലാ തടസ്സവും അവഗണിച്ചും വരും. ഒരു വിളി, ഒരൊറ്റ വിളി വിളിച്ചാ മതി. ഇത് ഞാൻ സഹിക്കില്ല. മരണത്തിന്റെ പേരിലായാലും മറച്ചു വെച്ചതിന്റെ പേരിലായാലും വിവേകിന്റെ മനസ്സിനെ കരയിപ്പിക്കുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല.